അങ്ങനെ വീണ്ടും ഒരു ഫ്രൈഡേ വന്നിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഫിഷ് ബിരിയാണി കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഫ്രൈഡേ ആണല്ലോ, കഴിഞ്ഞ ദിവസം കുറേ മീനെ കിട്ടി, അങ്ങനെ ഫിഷ് ബിരിയാണി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഒരു പാത്രത്തിനകത്ത് നിറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ വീടിൻ്റെ പുറത്തോട്ട് പോയിരുന്ന കാറ്റൊക്കെ കൊണ്ട് ഉള്ളി പൊളിക്കാമല്ലോ എന്ന് കരുതി അങ്ങോട്ട് പോയിരുന്നു. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ മീനൊക്കെ അരപ്പ് വരട്ടിയിട്ട് വറക്കാൻ വെച്ചിട്ടാണ് ഉള്ളി പൊളിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. അങ്ങനെ ഉള്ളിയൊക്കെ ഞാൻ നന്നായിട്ടൊക്കെ അരിഞ്ഞ് ചെറുതായിട്ട് കട്ടി കുറച്ച് നന്നായിട്ട് അരിഞ്ഞത്. അപ്പോൾ വഴറ്റാൻ എളുപ്പമാണ്. കട്ടി കൂടുതലാണ് ഒരുപാട് സമയം എടുക്കും, ഒരുപാട് ഗ്യാസൊക്കെ വേസ്റ്റ് ആവും. അതുകൊണ്ട് നൈസായിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ പാത്രത്തിലോട്ട് എണ്ണ ഒഴിക്കുക, ഉള്ളി അരിഞ്ഞു വെച്ച ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പിന്നെ അതിനൊപ്പം നമ്മളെന്താ ഉപ്പും മഞ്ഞളും കൂടി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ എണ്ണയും നന്നായിട്ട് വഴറ്റിയെടുക്കുക എല്ലാം കൂടി. അങ്ങനെ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാലേ പെട്ടെന്ന് നമ്മൾ വഴണ്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, നമ്മളെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉള്ളി എല്ലാം കൂടെ ആ എണ്ണയിലോട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിനോടൊപ്പം കുറച്ച് ഉപ്പും കൂടി, ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ് ആഡ് ചെയ്യുവാണെങ്കിൽ വഴണ്ടിയിട്ട് എളുപ്പമാണ്. പിന്നെ കുറച്ച് എണ്ണയും നെയ്യും കൂടെ ആണെങ്കിൽ കുഴപ്പമില്ല, ടേസ്റ്റ് കൂടും കേട്ടോ. കുറച്ച് നെയ്യും കൂടെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നീട് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, ബിരിയാണി മസാല, ഇത്രയും മസാലകളാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. മല്ലിപ്പൊടി ഇടുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ, മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ പറയാം, മല്ലിപ്പൊടി ഇടുന്നുണ്ട്, പിന്നീട് നമ്മുടെ ഗരം മസാല ഇടുന്നുണ്ട്, ചിക്കൻ മസാല, ഇത്രയും കാര്യങ്ങൾ ഞാനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി വഴറ്റാൻ നേരത്ത് ആദ്യം ഞാൻ ഉപ്പും മഞ്ഞളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ ചെയ്ത് ആ എണ്ണയ്ക്കകത്ത് ഒന്നൊന്ന് വഴണ്ട് വരണേ. തീയൊക്കെ കുറച്ചിട്ടിട്ട് വേണം വഴറ്റാം, അല്ലെങ്കിൽ അതെല്ലാം കൂടെ അടി പിടിക്കട്ടെ. എൻ്റെ ചെറുതായിട്ടൊന്ന് പണി പാളിയിട്ടുണ്ട്, കുഴപ്പമില്ല. എന്നാലും അധികം കരിഞ്ഞിട്ടൊന്നുമില്ല, നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ എണ്ണയിൽ തന്നെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതാണ് നമ്മുടെ രണ്ടാമത്തെ ടാസ്ക്. അതിനുശേഷം നമ്മൾ കുറേ മീനുകളൊക്കെ എണ്ണയിൽ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം കുറച്ച് കുരുമുളകും കൂടി ഇടുക കേട്ടോ. വഴണ്ട് വന്നതിന് ശേഷം മാത്രം ആഡ് ചെയ്താൽ മതി. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുന്നേ വറുത്ത് വെച്ചിരുന്ന മീനുകൾ ഓരോന്നായിട്ട് ഇതിലോട്ട് ഇടുക. അപ്പോൾ വറുക്കുന്ന ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ അധികം പൊടിഞ്ഞു പോകത്തില്ല, ഇച്ചിരി കട്ടിയിലൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം കൂടെ വറുത്തത് അതിൻ്റെ ഓയിലും കൂടി വേണമെങ്കിൽ ഒഴിക്കുക കേട്ടോ. അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ എല്ലാ മസാലകളും ഈ മീനും കൂടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓൾറെഡി നമ്മൾ വറുക്കുന്ന കൊടുത്ത് മീൻ നന്നായിട്ട് വേവും എങ്കിൽ തന്നെ ഇതിനകത്ത് നമ്മൾ അധികം വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ബിരിയാണിക്ക് ചെറിയൊരു ഗ്രേവി വേണമല്ലോ, അതിന് വേണ്ടിയാണ് മെയിനായിട്ട് ഇതിനകത്ത് ഇനി വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. അപ്പം ചൂടുവെള്ളമൊന്നുമല്ല ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത്, ഞാൻ സാധാരണ പച്ചവെള്ളം കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ നന്നായിട്ട് ആവശ്യത്തിനനുസരിച്ച് ഗ്രേവി നന്നായിട്ട് വേണ്ടുന്നവർക്ക് കുറച്ച് വെള്ളം അധികം ഒഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇത്രയൊക്കെ ഞാൻ ഇത്രയേ ഒഴിക്കുന്നുള്ളൂ. അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് അടച്ചൊന്ന് വേവിക്കുക കേട്ടോ. ഈ പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ വെന്ത് കഴിയുമ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിയുമല്ലോ, അപ്പോൾ ആ ഒരു പരുവം വരെ ഞാനൊന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അധികം നേരമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ, കാരണം ഓൾറെഡി വെന്തയായതുകൊണ്ട് മാത്രമാണേ. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറയും കൊണ്ടുള്ള എൻ്റെ മോളുടെ ആക്ഷനുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ തെളി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് അടച്ച് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഉള്ളി നന്നായിട്ട് വഴറ്റുക. ഇത് ഉള്ളി നമ്മൾ മുപ്പിച്ചിട്ട് എടുത്തില്ലയോ ഒന്ന് അലങ്കോലപ്പണികൾക്ക് വേണ്ടി, അതുപോലെ ഈ ഉള്ളിയും ഒക്കെ നന്നായിട്ട് മൂപ്പിക്കുക. ഉള്ളി മൂപ്പിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ അതെല്ലാം നന്നായിട്ട് മൂപ്പിച്ച് വെക്കുക. ഒരുപാട് അങ്ങ് കരിച്ചുകളയുടെ ചുവ വരും, ആവശ്യത്തിനുള്ള രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം വേവിച്ച് കഴിഞ്ഞു. പിന്നീട് അതിന് മുന്നേ തന്നെ ഞാൻ റൈസൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റൈസിനകത്ത് ഞാൻ പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വാങ്ങി വെച്ചത്. അപ്പോൾ എല്ലാവരും റൈസ് എങ്ങനെയാണെന്നുള്ള അളവൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ അത്രയും കാര്യങ്ങൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ റൈസ് തട്ടിയെടുക്കുകയാണേ. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന മീനിൻ്റെ മുകളിലോട്ട് ഈ റൈസ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നെയ്യ്, വറുത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഉള്ളി എല്ലാം കൂടെ ഓരോ ലെയറിന് മുകളിലും എല്ലാം കൂടെ ആക്കിയിട്ട് നമ്മൾ ദം ചെയ്യുക കേട്ടോ. ഇടുക, നെയ്യ് ഒഴിക്കുക, ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം കൂടി ഇടുക. എന്നിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കുമ്പോൾ ഒരു സ്മെല്ല്, ഒരു രക്ഷയില്ല, സൂപ്പർ സ്മെല്ലാണേ. സ്മെല്ല് മാത്രമല്ല ടേസ്റ്റ്. അപ്പം നമുക്ക് എല്ലാവർക്കും കഴിച്ചാലോ. അങ്ങനെ അടിപൊളി ഫിഷ് ബിരിയാണി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റായിട്ട് വീണ്ടും കാണാവേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന
ഉറപ്പുണ്ട് എനിക്ക്. അപ്പം എല്ലാവരും കാണുക, അഭിപ്രായം പറയുക, അപ്പം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.